ഇല്ലാത്ത രീതിയിൽ ഒരു വോയിസ് റെക്കോർഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽസുകാരെ ഇടുന്നത് എത്രയോ ഞങ്ങളുടെ വോയിസ് റെക്കോർഡ് എല്ലാം നിങ്ങൾ ചാനലുകാരെ ഇടുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ലീക്കായ ഈ വോയിസ് റെക്കോർഡ് 17 വയസ്സുകാരിയായ കുട്ടിയുടെ വോയിസ് റെക്കോർഡും എൻ്റെ വോയിസ് റെക്കോർഡും ഇപ്പം പല ചാനലിൽ കിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആ കുട്ടിയുടെ പേര് വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു എവിടെയെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാൽ നമ്മൾ അതിജീവിത എന്നാ പറയുന്നത്. പേര് പോലും നമ്മൾ ആരുടെയും പറയില്ല. പിന്നെ പേര് പോലും പറയാൻ പറ്റില്ല എന്നാണ് പറയേണ്ടത്. പേര് പോലും പറയില്ല. പക്ഷെ ഈ പേര് എടുത്ത് ചോദിച്ചതും പേര് വെളിപ്പെടുത്തിയതും ആ വീഡിയോയിലെ ആ ഒരു വോയിസ് റെക്കോർഡ് ചെയ്തതും സജിനയാണ്. റെക്കോർഡ് ചെയ്യുമ്പോഴും സജിന ആ കുട്ടിയോട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും എന്റെ മോളെ എന്റെ കയ്യിൽ നിന്ന് പുറത്തു പോവില്ല, ധൈര്യത്തിൽ പറയാമെന്ന്. അപ്പോൾ അവൾക്ക് ആ കുട്ടിക്ക് കൊടുത്ത വലിയൊരു വാക്കാണ് ഇല്ലാതെയാക്കിയത്. അതായത് വിശ്വാസവഞ്ചന. അതാണ് സജിന എല്ലാരോടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസവഞ്ചനയാണ് താത്താന്റെ മെയിൻ കാര്യം. വിശ്വസിപ്പിച്ച് വഞ്ചിക്കുക. പിന്നെ ഇത് കേസ് നടക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ കാര്യം പോലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് തെളിവിന് വേണമെങ്കിൽ അന്ന് എടുത്തിടാം, എവിടെ വേണമെങ്കിലും എനിക്ക് മീഡിയ എടുത്തിടാം. പക്ഷെ എനിക്കിത് കേസ് നടക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഒരു ലീഗൽ വശത്തിൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് പ്ലേ ചെയ്യാത്തതും അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾപ്പിക്കാഞ്ഞതും. പ്ലേ ചെയ്യാതെ ഇത് പുറത്ത് വരില്ലല്ലോ. പ്ലേ ചെയ്തത് കൊണ്ടാണല്ലോ. ഞങ്ങൾ പക്ഷെ ആ വീഡിയോ ചെയ്തില്ലായിരുന്നു. അതായത് ഇതൊരു അലിഗേഷൻ ആണ്. ഇത് വാസ്തവമാണോ എന്നടക്കം അറിയത്തില്ല. അതുമല്ല, കോടതിയുടെ മുന്നിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. താത്താക്ക് വെളിവില്ലാതെ താത്ത പലന്ന് റെക്കോർഡ് ചെയ്ത് പുറത്തെടുക്കും. നമ്മളെ എല്ലാത്തിനും കയറി ചാടിക്കേറി പ്രതികരിക്കാൻ എന്താ പറയാ, അതിന്റെ കയർ പിടിച്ച് പോണ്ട കാര്യമില്ല നമുക്ക്. ഒന്നാമത് നാട്യ കേസാണ്. അത് നമ്മളെ ദിയത്താത്ത പറയുന്നുണ്ട്. എന്റെ വിശ്വാസത്തോടെ ഞാൻ 2 ചാനലില് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇതാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ താങ്കളുടെ സത്യാവസ്ഥ താങ്കൾ മനസ്സിലാക്കിപ്പിക്കേണ്ടത് ജനങ്ങളോടല്ല, കോടതിയോടും ബാക്കിയുള്ള സമൂഹത്തിനോടുമാണ്. അല്ലാതെ യൂട്യൂബേഴ്സിനോട് വെളിപ്പെടുത്തിയിട്ട് നിങ്ങൾ ആര് യൂട്യൂബിന്റെ ഓണറാ? യൂട്യൂബുകാരുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ സത്യാവസ്ഥയൊക്കെ വെളിപ്പെടുത്താൻ എന്താ താത്ത? വേണ്ടാത്ത ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുക, എന്നിട്ട് പിന്നെ അതിൽ കയറുന്നു വീഴുക, എന്നിട്ട് കുറച്ച് കരിയ. താത്താന്റെ കണ്ണൊക്കെ കാണുമ്പോ താത്താന്റെ മൊത്തത്തിൽ കിളിയൊക്കെ പോയി. താത്ത ഒരു ഉറക്കൂലാതെ കുറച്ച് ദിവസമായിട്ടാണ്. താത്താന്റെ കണ്ണിന്റെ കറുപ്പൊക്കെ കയറി വല്ല പ്രേതം കൂടിയ പോലെ ഉണ്ട് താത്താന്റെ മൊത്തത്തിൽ കാണുമ്പോ. ഇനിയിപ്പോ വല്ല പള്ളിയിൽ കൂടി ഇരുത്തേണ്ടി വരുമെന്ന് അറിയില്ല പ്രേതം ഓട്ടിക്കാന്. പിന്നെ ഈ സാധനവും മിസ്സായത് തികച്ചും ദിയാസനയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. പല യൂട്യൂബ് ചാനലിലും കയ്യിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ പല തെളിവ് സഹിതം പല കാര്യങ്ങളും ദിയാസനയുടെ കയ്യിലുണ്ട്. ഞങ്ങൾ തന്നെ പല തെളിവുകളും ദിയാസനന്റെ കയ്യിലുണ്ട്. എന്തുകൊണ്ട്? നോട്ട് ദ പോയിന്റ്. എന്തുകൊണ്ട് ദിയാസനയുടെ കയ്യിലുണ്ട്? ദിയാസന എല്ലാത്തിനും കൂട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ദിയാസന്റെ കയ്യിലുണ്ട്. ഞങ്ങളൊന്നും കയ്യിലില്ല. എന്തുകൊണ്ട് ഞങ്ങളൊന്നും കയ്യിലില്ല? നമ്മുടെ ആരുടെയും കയ്യിലില്ല. ഈ പറയുന്ന ദിയാസനയുടെ കയ്യിൽ മാത്രമുണ്ട്. എന്തുകൊണ്ട്? ദിയാസന എല്ലാത്തിനും കൂട്ടായിരുന്നു, അതുകൊണ്ട്. ഇപ്പൊ അവസാനം ദിയാസനയും കൂടി. ഞങ്ങൾ അവിടെയും ഇവിടെയും നിന്ന് കളിച്ച് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന സിറ്റുവേഷനിൽ പോലും വെൽ പ്ലാൻഡ് ആയിട്ടാണ്, ഫുൾ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇതെല്ലാം പറയിപ്പിച്ച് വെളിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം എന്നെ ട്രിഗർ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയും, ഞാൻ ഓരോന്ന് പറയും. അപ്പൊ അത് കേൾപ്പിച്ച് അദ്ദേഹത്തിനെ കേൾപ്പിക്കും. അപ്പൊ അയാൾക്ക് ട്രിഗർ ചെയ്തിട്ട് അയാൾ അത് അടുത്ത ഇവര് തമ്മിൽ കളിച്ചത്, എന്തൊക്കെയോ നടന്നത്, അതൊക്കെ മൊത്തത്തിൽ എല്ലാ ദിയാസനക്കൊക്കെ അറിയാം. അതിന്റെയൊക്കെ ഫുൾ എവിഡൻസ്. പിന്നെ ആദ്യം അവരെന്തെങ്കിലും ഇടും, അതായത് ദിയാസന എന്തെങ്കിലും ഇടും, അതിന് പ്രതികാരമായിട്ട് അയാൾ എന്തെങ്കിലും ഇടും. ഫിറോസ് ഇടും, പൂക്കുറ്റിയിടും, മൊത്തത്തിൽ പൊട്ടിത്തെറിയാവും. പിന്നെ ഇതിനൊക്കെ കൂടി വന്നിട്ട് മെഴുകാൻ വേണ്ടിട്ട് താത്തയും വന്നിരുന്ന് മെഴുകും. മനസ്സിലാക്കുക, തികച്ചും ദിയാസനയുടെ കാര്യങ്ങൾ മറപ്പിക്കാൻ വേണ്ടിയിട്ട്. ദിയാസന ഇപ്പൊ കുറെ ഡേറ്റിന്റെ കുറെ സംഭവം ഞാൻ നീ എന്റെ വീട്ടിൽ വന്നിട്ടില്ല, ശരി സംഭവിച്ചു, തീർന്നില്ലേ? പക്ഷെ നീ ടെസ്റ്റ് ചെയ്യൂ. വീണ്ടും ഞാൻ പറയുന്നു, നീ ടെസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞു. ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് എനിക്കുണ്ടെങ്കിൽ ഞാൻ ഈ നിമിഷം വന്ന് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കാര്യം വേണ്ടേ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലും പ്രൂഫ് കൊണ്ടുവരും. പ്രേക്ഷകർക്ക് മുന്നിലും യൂട്യൂബേഴ്സിന് മുന്നിലും നിങ്ങളൊരു പ്രൂഫ് കൊണ്ടുവരും. ഇത്
നീ ടെസ്റ്റ് ചെയ്യൂ, ഞാൻ ടെസ്റ്റ് ചെയ്യാം, അതെ. ഞാൻ ടെസ്റ്റ് ചെയ്യാം, നീ ടെസ്റ്റ് ചെയ്യൂ. രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് ടെസ്റ്റ് ഒരുമിച്ച് അങ്ങോട്ട് പോകൂ, നിങ്ങളൊന്ന് കാണട്ടെ. ഇത്രത്തോളം ആയില്ലേ? പല ചാനൽസുകാരുടെ കയ്യിലും ആ വീഡിയോ വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെല്ലാം ബഹുമാനിച്ച് തന്നെ പറയുന്നത് യൂട്യൂബ് ചാനൽസ് നിങ്ങൾക്കുള്ള വരുമാനം നിങ്ങൾ കാര്യങ്ങളൊക്കെ, പക്ഷേ നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ അത് പ്ലേ ചെയ്യരുത്. അങ്ങനെ പ്ലേ ചെയ്തിട്ടുള്ളവരെല്ലാം ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് കേസ് വഴി പോകുന്നത് ഇത് ആര് വഴി വന്നു എങ്ങനെയാണെന്നുള്ള എല്ലാം വെളി വരും. നിങ്ങളും കൂടെ നിങ്ങളുടെ ചാനലും കൂടെ പൂട്ടുന്ന രീതിയിലായിരിക്കും. ആദ്യം ഡിലീറ്റ് ചെയ്യേണ്ടതും അതിനെ ഹൈഡ് ചെയ്യേണ്ടതും താത്താന്റെ ഫോണിൽ നിന്നാണ്. പറ്റിയ ഏതെങ്കിലും കാട്ടിലോ മേട്ടിലോ വല്ല ക്ലോസറ്റിലോ കൊണ്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞ് ഫോണിനെ കളയുക. അല്ലാതെ ആദ്യം വന്ന് പോലീസുകാർ നോക്കുമ്പോ പോലീസുകാർക്ക് അറിയാം ഏതെന്നാണ് ആരാ ഫോൺ വിളിച്ചത്, തുടങ്ങി വെച്ചത് താത്തയാണ്, ആരാ ഫോൺ വിളിച്ചതെന്നും ആർക്കാണ് ഈ പേരും കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുള്ള സന്ദേശം കിട്ടിയതെന്നും ആരാണ് ആ സന്ദേശം കൈമാറിയതെന്നും ഭക്ഷണം കഴിക്കുന്ന, അതായത് അരി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇരുന്ന് മെഴുകാം. ഇനി പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും കുടുങ്ങും. ആദ്യം കൊടുക്കുന്ന താത്തയായിരിക്കും, പിന്നെ ആയിരിക്കും ബാക്കിയുള്ളവർ കുടുങ്ങും. പോലും പൂട്ടിക്കേണ്ട ഒരു ചാനലിലൊക്കെ പൂട്ടിക്കും. ആ വീഡിയോ ആ വോയിസ് പുറത്തു വന്ന സംഭവം പെസ്കോ ആയതുകൊണ്ട് ചിലപ്പോൾ അത് പണി കിട്ടും. പറയണം നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ ക്രൂശിച്ച് നിങ്ങൾ ഒരു ബിസിനസ് ആക്കാതെ നിങ്ങൾ നല്ല ഇങ്ങനെ വൃത്തിയോട് ചെയ്യുന്ന ആൾക്കാരെ പുറത്ത് കൊണ്ടുപോകാം. പ്ലീസ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം. ഞാൻ നിങ്ങളുടെ ചാനലുകാരുടെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. പ്ലീസ് അതൊക്കെ കൊണ്ടുപോകാം. നിങ്ങൾ തെളിവ് സഹിതം ഞാൻ ഇട്ട് തരാം. ഓരോരുത്തരുടെ ഓരോ വ്യക്തികളുടെ ദിയാസന ഇട്ടുതരൂ, നിങ്ങൾ ഇട്ടുതരൂ, ഞങ്ങൾ വീഡിയോ ചെയ്യാം അല്ലേ? പിന്നെ ഞങ്ങൾക്ക് വേറെ പണിയിലിരിക്കുകയാണോ? നല്ല നല്ല കാര്യങ്ങൾക്ക് ഇതൊക്കെ എന്ത് നല്ല കാര്യങ്ങള് മനസ്സിലായില്ല. നിന്നെ ക്രൂശിക്കണോ പറഞ്ഞാ നീയാണല്ലോ ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഇവിടെ ഇട്ട് ആകെ നാറ്റിച്ച് തണ്ടാറടക്കിയത്. അവനവന്റെ കാര്യം മൊത്തത്തിന് 4 ചുമരിനുള്ളിൽ കഴിയേണ്ട പ്രശ്നത്തിനെ ഇമാതിരി സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് അതിനെ മൊത്തത്തില് അലമ്പാക്കിയത് നീ തന്നെയാണ്. ഇതിന് മുന്നേ നീ ഫിറോസിനൊപ്പം ജീവിച്ചിട്ടുണ്ടല്ലോ. അത് ഇതുപോലെ നീ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. എന്തുകൊണ്ട്? നീയും അവനും തമ്മിലുള്ള അവസാനിച്ചതിന് ശേഷമാണല്ലോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നീ മെഴുകാൻ തുടങ്ങിയത്. അപ്പോ നീ ഇപ്പോ ഒരു കയറൂരി വിട്ട പട്ടമാണ്, അല്ലെങ്കിൽ കണ്ണു കെട്ടാതെ വിട്ട കുതിരയാണ്. എവിടെ വേണമെങ്കിലും പോവാം, എന്ത് വേണമെങ്കിലും ആവാം. ഞാൻ 1.5 വർഷത്തെ പരിചയമാണ് നിനക്കുള്ളത്. 1.5 വർഷം 1.25 വർഷം. ആ 1.25 വർഷത്തിനകത്ത് നീ കാണിച്ചു കൂട്ടി 5 അവന്മാരെ പ്രേമിച്ചതും 5 അവന്മാരെ പറ്റിച്ചതിന്റെ കഥ തെളിവ് സഹിതം എന്റെ കയ്യിലുണ്ട്. ചൊറിയാൻ നിന്നാൽ ഞാൻ ഇതും കൂടെ കൊണ്ടിടും. പെൺകൊച്ച് വളർന്നിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. നീ കൂടുതൽ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ സെറ്റിൽ ഒരു പയ്യൻ പാവം പിടിച്ചൊരു പയ്യനെ 40,000, 50,000, 60,000 എല്ലാം മേടിച്ച് അവൻ അയച്ചു കൊടുത്തത് ഞാൻ നിങ്ങൾ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അവൻ അയച്ചു കൊടുത്ത ഫോട്ടോസ് ഉമ്മോടുക്കും കെട്ടിപ്പിടിക്കും. അവരുടെ തമ്മിൽ സംഭാഷണം കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞപ്പോൾ വേർത്ത് വന്നപ്പോൾ ഉടനെ അവനെ കളഞ്ഞിട്ട് അവന്റെ കൂടെ പോകുന്നു, അവനെയും പറ്റിക്കുന്നു, അവനെയും തെളിച്ചു കളഞ്ഞു. ഒന്നും താത്ത ചെയ്യാത്ത പോലെയാ കാണിക്കുന്നത് അല്ലേ? താത്ത ചെയ്യാത്ത പോലെയാ പറയണത്. ആൻമേരിയെന്ന് പറഞ്ഞ അവർക്ക് വേണ്ടിയിട്ടുള്ള അലിഗേഷനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ ഏതൊക്കെയോ 4-5 പേരെ പറ്റിച്ചു എന്നൊക്കെയാണ്. പ്രേമിച്ചു, വഞ്ചിച്ചു, കാശ് വാങ്ങിച്ചു, കുടുംബം ഇല്ലാതെയാക്കി. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു പുകമയമാണ്. ആ പുകമറ നീക്കി പുറത്ത് വരുന്നോറും അവരും നാറും, കേൾക്കണം, നമ്മളും നാറും, മൊത്തത്തിൽ കേരളയെ നാറും. അതേപോലെ റോഷ്നി, നീ തീർന്നോളെ നിന്റെ എല്ലാ കാര്യം. നിങ്ങൾ സ്വർണ്ണം മാഫിയ ചെയ്ത ലാസ്റ്റത്തെ സാധനം കൊണ്ടല്ലോ തെളിവ് സഹിതം ഞാൻ കുറച്ച് ചാനലുകാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ. അപ്പൊ നീ എന്താണെന്നുള്ളതും തെളിയും. പക്ഷെ കാലം ഒരു ദിവസം സജിന ശരിയാണെന്നോ ആ ഒരു കാര്യം വന്നിരിക്കും. ഇതെല്ലാം എന്നെ ഇന്ന് ക്രൂശിക്കുന്ന ആൾക്കാർ നാളെ നിങ്ങൾ തന്നെ പറയുന്ന ഒരു സമയം വന്നിരിക്കും. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ദിവസത്തിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം സജിനത്ത. ഞാനും താത്ത നല്ലതാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇറക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. പകലും രാവും ഞാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കും താത്തയുടെ നല്ലൊരു വീഡിയോ. അതായത് നല്ലതാണെന്ന് അറിയിക്കാനുള്ള വീഡിയോ കേട്ടോ, വേറെ ഉള്ള വീഡിയോ അല്ല. എന്താ ചെയ്യാ? ഞാൻ അങ്ങേയറ്റം എനിക്കറിയാം. ഞാൻ കയറി പിടിച്ചിരിക്കുന്നത് ഒരു ഡ്രഗ്സ് മാഫിയയിലാണ് ഞാൻ കയറി പിടിച്ചിരിക്കുന്നത്. എനിക്കറിയാം ദിയാസന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ പല ഗ്യാങ്ങുകളും ഉണ്ട്. അവർക്ക് വേണ്ടി പൈസ ഇറക്കി പല ചാനലിലേക്കും പൈസ കൊടുത്ത്, ഇപ്പൊ എല്ലാ ചാനലും ഞാൻ പറയുന്നില്ല, പല ചാനലിലേക്കും പൈസ കൊടുത്ത് ദിയാസനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങളും എന്റെ ഈ ദിയാസനെ തന്നെ മറപ്പിച്ചിട്ട് എന്റെ കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ദിയാസന ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതായത് പൂക്കുറ്റിയുമായുള്ള ചില സംഭാഷണങ്ങൾ, ചില വികൃതികൾ പുറത്ത് ആൾക്കാരിടാതിരിക്കാൻ വേണ്ടി നമ്മളെ ഡൈവേറ്റ് ചെയ്ത് വിടുകയാണ്. ദിയാസനയാണ്, പിന്നെ എന്താണ്, ഡ്രഗ്സ് മാഫിയാണ്. ഇതൊന്നും ആണോ അല്ലേ എന്ന് തെളിയിക്കേണ്ടത് ദിയാസനയാണ്. എത്രയും പെട്ടെന്ന് അത് തെളിയിക്കുക. അതിനുശേഷമേ ഇത് അങ്ങോട്ട് മുന്നോട്ട് പോവുള്ളൂ. അത് തെളിയിക്കാത്ത പക്ഷം നമ്മുടെ
താത്ത എപ്പോഴും ഇത് വന്ന് പറഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കും. അതെ, വീട്ടുകാർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്റെ വീട്ടുകാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അവരുടെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ പോയാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ മരുമക്കൾ ഇത് തന്നെയാണ്. ഇക്കാൻ്റെ ആയാലും ഇക്കാൻ്റെ കുഞ്ഞുമായാലും ഇക്കാൻ്റെ ഉമ്മ ആയാലും ഇക്കാൻ്റെ സിസ്റ്റർ ആയാലും ബ്രദർ ആയാലും ഇവരെല്ലാം എൻ്റെ മാറി മാറി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഫിറോസിക്കാട് ഉമ്മ എൻ്റെ ഉമ്മ ആയിരുന്നു, ഫിറോസിക്കാട് വാപ്പ എൻ്റെ വാപ്പ ആയിരുന്നു, ഫിറോസിക്കാട് സിസ്റ്റർ എൻ്റെ ഓൺ സിസ്റ്റർ ആയിരുന്നു, ബ്രദർ ആയിരുന്നു, കുഞ്ഞുമ്മമാർ എൻ്റെ കുഞ്ഞുമ്മമാരെ പോലെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ള സാധനം ഞാൻ മറ്റു ആണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവർക്ക് ഞാനൊരു മരുമോള് അല്ലെങ്കിൽ ഒരു നാത്തൂൻ അല്ലെങ്കിൽ ഒരു മകൾ എന്നുള്ള സാധനം അവർക്ക് മാറിയിട്ടില്ല. എൻ്റെ വീട്ടിലായാലും അതേ സെയിം സാധനം. ഞങ്ങൾ രണ്ടുപേരും മാത്രം എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു, അതാണ് സത്യം. അതെ, അതെ. പക്ഷെ ഇപ്പൊ അല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇമാതിരി ഓടി നടക്കണ താത്തയെ എന്റെ മരുമോളാണ് എന്ന് പറയാൻ ചിലപ്പോ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ആയിരുന്നു എന്ന് പറഞ്ഞ് പിന്നെ അത് സത്യമാണ്. ആദ്യം ഈ പറഞ്ഞ പോലെ സത്യത്തിന്റെ മുഖം വികൃതമാണ്. നമ്മൾ എത്ര അതിനെ മറച്ചു വെച്ചാലും അത് കാർമേഘങ്ങളുടെ തടസ്സം നീക്കി ഒരു ദിവസം ചന്ദ്രന്റെ വെളിച്ചം പുറത്ത് വരിക തന്നെ ചെയ്യും. അതാണ് സത്യം. ദിയാസന ഫെബ്രുവരി 15-ന് ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും 1 മണിക്ക് ഇടയ്ക്കാണ് നീ ഈ സാധനം. നോട്ട് ദ പോയിന്റ്. ദിയാസന 12-നും 12:30-ക്കും, അതായത് ഫെബ്രുവരി 15-ന് ആ തീയതിയാണ് നമ്മുടെ താത്ത അവിടെ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദിയ താത്ത അതിനൊരു നല്ലൊരു മറുപടിയുമായി വന്നിട്ടുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വരും. ഇപ്പൊ ഉള്ളത് വെഞ്ഞാറമൂടുള്ള സ്നേഹസ്പർശം എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. സജനയ്ക്ക് ഈ സ്ഥലം അറിയായിരിക്കുമല്ലേ? സജന അറിയില്ല എന്ന് പറയരുത്, സജനയ്ക്ക് പ്രത്യേകം അറിയാം ഈ സ്ഥലം. കാരണം സജന ഇവിടെ വന്നിട്ടുണ്ട്, സജനയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സജിനയെ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല അല്ലേ? എന്തായാലും സജിനയെ കൊണ്ടുപോയിട്ടുണ്ട്. ആ സ്ഥലം സജിനയ്ക്കും അറിയാവുന്നതാണ്. സജിന വന്നു പോയതിന്റെ റെക്കോർഡ്സും അവിടെയുണ്ട്, ദിയ വന്നു പോയതിന്റെ റെക്കോർഡ്സും അവിടെയുണ്ട്. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങളും ഉണ്ട്, നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. കാരണം എന്തോ ഇനി ഈ അമ്മമാരുടെ പ്രാർത്ഥനയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി കാര്യങ്ങളെല്ലാം ഇക്ക പറയും. ഞങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സാക്ഷിക്ക് നിങ്ങളെ ബോധിപ്പിച്ചാൽ മതി. ഞങ്ങളെ ബോധിപ്പിച്ചതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാകുമ്പോഴൊന്നുമില്ല. ചിലപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥർ വരികയാണെങ്കിൽ അവരടുത്തും ബോധിപ്പിക്കേണ്ടി വരും. ഞങ്ങളുടെ അടുത്ത് ബോധിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു തെളിവ്, നിങ്ങളെ ടെസ്റ്റ് ചെയ്തതിന്റെ തെളിവ് അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ താത്താക്ക് അയച്ചു കൊടുക്കണം. ഞങ്ങൾക്കും തരൂ. നിങ്ങൾ നിങ്ങളുടെ ചാനൽ റിവീൽ ചെയ്യൂ. മാറിപ്പോയി. പിന്നെ 2 മാസം 15-ാം തീയതി ദിയാസന. അങ്ങോട്ട് പറയിക്കാത്. 2 മാസം 15-ാം തീയതി പിന്നെ ദിയാസന. അന്ന് തലേ ദിവസം വാലന്റൈൻസ് ഡേ ആയിരുന്നു. അപ്പം വരാൻ പറ്റിയില്ല. അമ്മമാരെ കാണണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ എറണാകുളത്തോടെ പോകണമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നിന്ന് പിന്നെ ഞാൻ ഉറക്കം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കയറി പോകാൻ പോയി. പിന്നെ വൈഫൊക്കെയാണ് കൂടെ ഇരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇതിൽ 1:20 മണിയോടുകൂടി പോയി നമ്മളാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ കൂടാതെ പല സാഹചര്യത്തിലും ആർട്ടിസ്റ്റുകളെയും കൊണ്ട് വരലുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പം രാവിലെ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 11 മണി 10 മണി ഈ സമയത്തൊക്കെയാണ് തിരിച്ചു. അപ്പോ ദിയാസന 9 മണിക്കൂർ 8 മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യുന്ന പറയുന്നത്. അത്രയും സ്പെൻഡ് ചെയ്യുന്ന വ്യക്തി അന്ന് എന്തോ അൺഫോർച്ചുനേറ്റ്ലി 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് ഷോട്ടിൽ നോക്കുമ്പോ നമ്മൾ അതിൽ ആ ഒരു സംഭവം നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുമ്പോ 15-ാം തീയതി ദിയ വന്ന ആ ഒരു ഡേറ്റിൽ മാത്രം ദിയ എന്ന് എഴുതിയ ആ ഒരു ഇത് മാത്രം ഇങ്ക് മാറിയിട്ടുണ്ട്. ബ്ലാക്ക് ഇങ്കിലാണ് എഴുതിയിരിക്കുന്നത്. ബാക്കി എല്ലാം ബ്ലൂ ഇങ്കിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ദിയക്ക് പറയാം ഞാൻ കൊണ്ടുപോയ പേനയിൽ ഞാൻ തന്നെ എഴുതിയതാണ് പറഞ്ഞു വാദിക്കാം. പക്ഷെ പിന്നെ ചെറിയൊരു അലിഗേഷൻ വേറെ എന്താന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കില് സമയം ഒരാളും വന്ന സമയം അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ദിയന്റെ സമയം മാത്രം അവിടെ 11:30 AM to 1:20 AM അങ്ങനെ ഒരു സമയം ദൈവത്തിന്റെ ഒരു കൈ, അതായത് നമ്മൾ എന്ത് തെറ്റ് ചെയ്യുമ്പോഴും ദൈവത്തിന്റെ ഒരു കൈ അതിൽ അവശേഷിക്കും എന്ന് പറയില്ലേ, അതിൽ 1-2 കാര്യങ്ങളൊക്കെ ആവട്ടെ ഈ കണ്ടുപിടിക്കുന്നത്. അത് സനി തന്നെ വെളിപ്പെടുത്തുന്നത്. ഇതിപ്പോ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല.
പിന്നെ ഒരു കാര്യം കൂടി അതിലുണ്ട്, നിങ്ങൾ കറക്റ്റായിട്ട് നന്നായിട്ട് അത് ശ്രദ്ധിച്ച് വാച്ച് ചെയ്യുകയാണെങ്കിൽ ഓരോ വ്യക്തികൾ വന്നിട്ട് പോയതിന്റെ താഴെയും ഓരോ ലൈൻ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഓരോ ലൈനും ഇല്ല, ഒരു 2-3 ലൈൻ ഇങ്ങനെ ഗ്യാപ്പ് രണ്ട് ലൈനുകൾ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. പക്ഷെ ഈ ദിയാസന്റെ താഴെയും ദിയാസന്റെ മുകളിലും ഗ്യാപ്പില്ല. അതായത് മാനിക്കുലേറ്റ് ചെയ്ത പോലെ നമ്മള് പിന്നീട് പെട്ടെന്ന് ബേജാറിൽ എഴുതി ചേർത്തതുപോലെയും കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അത് തെളിവുകൾ നിങ്ങൾ നിരത്തുമ്പോ അതിന്റെ സത്യാവസ്ഥയും കൂടി ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യണമായിരുന്നു. അതായത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ആ ഇട്ട ഒപ്പ് സൈൻ ചെയ്തത് താഴെ അല്ലാതെ സൈഡിലേക്കാണ് ഡേറ്റ് ഇട്ടതിന്റെ സൈഡിലേക്ക് തന്നെയാണ് ഇവര് സൈൻ ചെയ്തത്. പക്ഷെ വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് സൈൻ ചെയ്യാൻ ഇവർക്ക് താഴത്ത് സൈൻ ചെയ്താൽ അതായത് അടുത്ത ആളുടെ ഡേറ്റിലേക്ക് കയറി പോകും, അടുത്ത ദിവസത്തേക്കായി പോകും. അപ്പോ അങ്ങനെ 1-2 കാര്യങ്ങൾ കൂടി ഉണ്ട് ഇതില്. അപ്പോ ഇത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം അല്ല. ഇതൊരു മാനിപ്പുലേഷൻ ചെയ്ത പോലെയും, അതായത് ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സജിന ഈ പറഞ്ഞ പോലെ, സജിന എന്റെ ഒരു ദിവസം വരും, എന്നെ കുറിച്ച് നിങ്ങൾ പറയുന്നതെല്ലാം കള്ളമാണെന്ന് തെളിയിക്കേണ്ട അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്പർ നമ്മൾ എന്താ പറയാ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അത് നമ്പർ നമുക്ക് ഫോൺ നമ്പർ റിവീൽ ചെയ്യുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മുടെ ദിയത്താത്ത തന്നെ പറയണം. പിന്നെ ദിയത്താത്ത ഇന്ന് കുറച്ച് വീഡിയോസ് ഇട്ടുണ്ട്, അതിന്റെയും കൂടി നമുക്ക് കുറച്ച് ക്ലിപ്സ് കാണാം. സജന നൂർ പുതിയൊരു വീഡിയോ അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷഫീന ബീവിക്ക് ഒരു ഓഡിയോ, ഒരു മൈനർ ആയിട്ടുള്ള കുട്ടിയുടെ ഓഡിയോ കൊടുത്തിട്ട് അത് ഷഫീന ബീവി പബ്ലിഷ് ചെയ്തിട്ട് സജന ഇപ്പോൾ വല്ലാത്ത അവസ്ഥയിലാണ്. കാരണം ഈ വിഷയം ഒരുപാട് ആളുകൾ എടുത്ത് CWCക്ക് പരാതിയായിട്ട് മറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സജന, ആദ്യം മൈനർ ആയിട്ടുള്ള ഒരു കുട്ടി നിന്റെ അടുത്ത് വന്നിട്ട് ഒരു അബ്യൂസിംഗ് സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ നീ ആ കുട്ടിയെ കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലാണ് പോകേണ്ടിരുന്നത്. നീ അത് ചെയ്തില്ല. BNS ആക്ട് പ്രകാരം അതൊരു വലിയ ശിക്ഷയുമാണ്. പറഞ്ഞ കാര്യം ശരിയാണ്. അതായത് ഇത് താത്ത നമ്മുടെ ഷെഫീന താത്തയാണോ റിവീൽ ചെയ്തതെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ആ പറഞ്ഞ കാര്യം ഈ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിലായിരുന്നു ആ കുട്ടിയെ കൊണ്ടുപോകേണ്ടിരുന്നത്. അല്ലാതെ വോയിസ് റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ കേൾപ്പിച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്തത് വലിയ വേണ്ടത്തരമായി. അതിപ്പോ അതൊക്കെ നമുക്ക് കോടതിയുടെയും പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്ന കാര്യമാണ്. അതിൽ ഒരുപാട് നമ്മൾ കയറി ആക്രമിക്കുന്നില്ല. അത് അവര് വേണ്ട പോലെ ചെയ്തു. എന്താണ് അത് പതുക്കെ ഇപ്പൊ കേട്ടോ കേട്ടോ. അപ്പോൾ സജന നല്ല രീതിയിൽ പേടിച്ചു, നല്ല രീതിയിൽ ഭയന്നിട്ടുണ്ട്. എന്നിട്ട് ഇന്റെ നെഞ്ചത്തോട്ട് എടുത്ത് വെച്ചേക്കാം, ഞാനത് പബ്ലിഷ് ചെയ്തത്. സജന ആ കുട്ടി സംസാരിക്കുന്ന ഓഡിയോ സജനയുടെ കയ്യിൽ നിന്ന് എവിടെ പോയി എന്നുള്ളത് സജന പറഞ്ഞാൽ മതി. ഓക്കെ. നല്ല കാര്യമായിട്ടുള്ള തലയ്ക്ക് സ്ഥിരതയില്ലാത്ത എന്തൊക്കെയോ കാര്യമായ പ്രശ്നമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നിന്റെ വെല്ലുവിളി. അപ്പൊ ഞാനൊരു കാര്യം പറയുന്നത്, നീ തന്നെ പറയുന്നു എന്റെ വീട്ടിൽ നീ വന്നില്ല ആ ഡേറ്റിന്. ശരി, സമ്മതിച്ചു. നീ തെളിയിക്ക്. ഇത് തെളിയൂല്ല, ഇത് മൊത്തത്തിൽ ഇതാകൂല്ല. എന്താ പറയാ, ആ ഒരു പ്രശ്നം അതേപോലെ ആവണില്ല. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാണ്, എന്റെ ആവണില്ല. ഇതിപ്പോ ഒരു മാനസപുത്രി സീരിയൽ പോലെയായല്ലോ, അങ്ങനെ തീരുന്നില്ല. കുട്ടിയുടെയും നിന്റെ വിഷയം മറയ്ക്കാൻ വേണ്ടിയിട്ട് നീ കിടന്ന് മെഴുകി തുള്ളി ഒന്നും വരണ്ട. അത് നിർത്താനും പോകുന്നില്ല. നീ എവിടം വരെ പോവോ അവിടം വരെ പുറകേ നടന്നു വരും. ഓക്കെ, അപ്പൊ ബാക്കി കാണാം. ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നതാണ്, നിന്റെ അച്ചായനെയും നിന്റെ അച്ചായത്തിയെയും പുതിയ ആൾക്കാരിങ്ങനെ ഇൻക്ലൂഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാരണവശാലും വിടമാട്ടെ കൂടെ വിടമാട്ടെ. പിന്നെ പൂക്കുറ്റിയും മറ്റേ നമ്മുടെ താത്തയും തമ്മിലുള്ള ഒരു ഇഷ്യൂ, അതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഇറക്കുന്നതാണ് നമ്മുടെ ദിയത്തത പറയുന്നത്. അപ്പോ അത് സത്യമാകാൻ സാധ്യതയുണ്ട് കേട്ടാ. നീ തുടങ്ങി വെച്ചെടുത്ത് നിന്റെ പേഴ്സണൽ ലൈഫ് എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. നിന്റെ മാത്രമല്ല റസൂൽ പൂക്കിട്ടിട്ടത് ഇനി പുറകെ വരും ബാക്കി. കേട്ടോ, ചാപ്റ്റർ ഒന്നും ക്ലോസ് ചെയ്യാൻ പോകുന്നില്ല. ശരി, എന്നാ പണ്ടാറടങ്ങി, മൊത്തത്തില് പണ്ടാറടങ്ങി. എന്താ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നില്ല, പൂക്കുറ്റിയായിട്ട് ബാക്കി ബാക്കിൽ വരുന്നുണ്ട് പൂക്കുറ്റിക്കുള്ളത്. അപ്പൊ പൂക്കുറ്റി കണ്ടം വഴി ഓടി ഫിറോസ്ക ഓടിയ ഭാഗത്തൂടെ പിന്നെ പുല്ലേ മുളക്കില്ല. ആ അവസ്ഥയിൽ കിടക്കുന്ന സജനത്താന്റെ വിശേഷങ്ങൾ. ഇനിയിപ്പോ അടുത്തത് ദിയനെ പിടിച്ചു. എന്ത് ടെസ്റ്റ് എടുക്കാനും ഞാൻ തയ്യാറാണ്. ഏത് ടെസ്റ്റിന് വിളിച്ചാലും എന്റെ ഷഫീന താത്ത വിളിച്ചാൽ മാത്രം ഞാൻ വരും. എന്റെ ഷഫീന താത്ത വിളിക്കോ, എന്റെ പൊന്നി ഷഫീന താത്ത എന്നൊന്ന് വിളി. എന്റെ ഷഫീന താത്താരുടെ കൂടെ ഏത് ടെസ്റ്റും, താത്ത പറയുന്ന ഏത് ടെസ്റ്റും ഞാൻ എടുക്കും. ഞാനല്ലേ പറയുന്നത്, ഉറപ്പാ ഞാൻ വന്നിരിക്കും. താത്ത എവിടെ വരണം വരാത്ത താത്ത പറ. താത്താരോടെ പക്ഷെ ഞാൻ വരുള്ളൂ, ഞാൻ വേറെ ആരുടെ കൂടെ പോകില്ല. താത്താടെ കൂടെ ഏത് ടെസ്റ്റിനും വരാൻ തയ്യാറാണെന്ന് പറയുന്ന ഈ ദിയെ താത്തയൊന്ന് വിളിക്കൂ, വിളിച്ചു കൊണ്ടുപോകും. ഷഫീന ബീവി താത്ത താത്താന്ന് വിളിക്കുള്ളൂ. ഷെഫീന ബീവി താത്ത
നമ്മുടെ ദിയാസനയെ വിളിച്ചു കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യും. പ്രൂഫ് വേണം. കൂടെ നമ്മുടെ സജന താത്തയും പറ്റിയെ കൊണ്ടുപോകും. വരുമോന്ന് അറിയില്ല, രണ്ടുപേരും ടെസ്റ്റ് ചെയ്ത കാര്യം കഴിഞ്ഞില്ലേ? ഇത്രയല്ലേ, സിമ്പിൾ ആയി, പ്രശ്നം സോൾവ് ആയി. ഓക്കെ, കുട്ടിയും സജനയുമായിട്ടുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റികളെ സംബന്ധിക്കുന്ന രേഖകൾ കൈമാറുന്നതാണ്. അതുപോലെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസും കൂടി ഞാൻ ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം എന്തായിരുന്നു ആ വിഷയം എന്നുള്ളത്. ഇവൾ എന്ത് പറഞ്ഞാലും അതിന്റെ ഓപ്പോസിറ്റ് പറയാൻ എൻ്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട്. ഹലോ എവ്രിവൺ, അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ റസൂൽ പൂക്കിറ്റിയും സജനാത്തയും തമ്മിലുള്ള ഒരു കോൾ റെക്കോർഡ് നമ്മുടെ ദിയ ഇന്നത്തെ വീഡിയോനൊപ്പം വെച്ചിട്ടുണ്ട്. ഞാൻ വെച്ചിട്ടില്ല, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ സമയമുണ്ട്, എന്താ പറയണെന്ന് ഒരു പിടുത്തുമില്ല. മൊത്തത്തിൽ കിളിവായ അവസ്ഥയാണ് എനിക്ക്. ഞാനത് വെച്ചില്ല, വേറൊന്നും കൊണ്ടല്ല, ഇല്ലീഗലായിട്ട് എന്തൊക്കെയോ അവർ ചെയ്യുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് അതിൽ ഡീൽ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതിന്റെ വീഡിയോ, അതിന്റെ വോയിസ് ഫുള്ളായി കേൾക്കണം എന്നുള്ളവർക്ക് ദിയയുടെ ചാനലിൽ പോയാൽ കിട്ടും. ഇന്നിട്ടതാണ്. അപ്പം എപ്പോഴും നമ്മൾ അങ്ങനെ അനുസരണ ഇല്ലാതെ ജീവിക്കുന്നതും ശരിയായ രീതിയല്ല. അതൊക്കെ ഞാൻ ഈ അടുത്ത കാലത്ത് പഠിച്ചുകൊണ്ട് വന്നത്. കാരണം എനിക്ക് എന്ത് തോന്നുന്നു അതൊക്കെ ചെയ്യുന്ന ഒരാളും കൂടി തന്നെയായിരുന്നു ഞാൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടിട്ടും ആളുകളെ പോയി ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടിട്ടും ഇത്രയും അപവാദവും അപരാധവും കേട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഭയങ്കര സൂപ്പർ അന്തസ്സിലാണ് ഞാൻ ഇരിക്കുന്നത്. ഭയങ്കര അന്തസ്സായിട്ട് ഇരിക്കുന്നത്. ഈ പറയുന്നത് ഞങ്ങൾക്കും അവിടെ ഇരിക്കുന്ന ദൈവത്താത്തേക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഒരാളെ ഡിവേഴ്സ് ചെയ്യാതെ, ഡിവേഴ്സ് പോലും ആവാത്ത ഒരാളെ വേറൊരാളായിട്ട് കണക്ട് ചെയ്ത് വിടുക, അവര് തമ്മിലുള്ള കാര്യങ്ങളൊക്കെ പോയിട്ട് പരിഹാരം ഉണ്ടാക്കുക, അവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യം ചെയ്തു കൊടുക്കുക, എന്നിട്ട് അവര് തമ്മിൽ അവസാനം അടിയാകുമ്പോൾ ഇതുപോലെ വന്നിരുന്ന് മെഴുകുക. ഭയങ്കര അന്തസ്സുള്ള കാര്യങ്ങളാണ്. താത്തയ്ക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് ഭയങ്കര അന്തസ്സുള്ള കാര്യമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്ന്. നല്ല കാര്യം. എനിക്ക് ഇനി കൂടുതൽ ഇതിന്റെ പുറകിൽ സംസാരിക്കാൻ ഞാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ ചുറ്റിലുള്ള എല്ലാവരും എന്നോട് ഭയങ്കര രീതിയിൽ ദേഷ്യപ്പെടും. കാരണം ഓൾറെഡി എന്നോട് ഇപ്പം റീസെന്റ് പോലും ഇട്ട വീഡിയോയ്ക്ക് എന്നോട് പറഞ്ഞത് നീ വീഡിയോ ഇടരുത്, നിർത്തിക്കോളൂ, കാരണം ഈ സ്ത്രീക്ക് മാനസികമായിട്ട് വലിയ പ്രശ്നമാണ്. ഇവളിങ്ങനെ ഒരുപാട് കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഇവൾ ഇനിയും പറയും. അപ്പോഴത്തേക്ക് ഞാൻ ഓപ്പോസിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. സത്യസന്ധമായി പറയട്ടെ, ഇവൾ എന്ത് പറഞ്ഞാലും അതിന്റെ ഓപ്പോസിറ്റ് പറയാൻ എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ പ്രൂഫിനേക്കാളും ഇനിയും ഓരോരുത്തരായിട്ട് ഇതിനുള്ളിലേക്ക് വന്ന് വീണുകൊണ്ടേയിരിക്കും. അപ്പോ ദിയ, നീ തൽക്കാലം ഇത് ഇവിടെ വെച്ച് നിർത്തൂ. അവൾ എന്തോ പറഞ്ഞിട്ട് പോട്ടെ, നീയേ കുടുങ്ങി, ഞങ്ങളെ കൂടി നീ കൊടുക്കണ്ട. ഇതിൽ ഒരുപാട് പേര് ഇടപെട്ടിട്ടുണ്ട്, ഒരുപാട് പേര് ഇതിലൊക്കെ രക്തസാക്ഷികളായി മാറും പിന്നീട്. അപ്പോ നീ നിർത്ത്, അവൾ എന്തോ പറഞ്ഞിട്ട് പോട്ടെ, നീ പെട്ടത് പെട്ടു, ഞങ്ങളെ കൂടെ പെടുത്തരുത്. ഇനി വീഡിയോസ് ഇട്ടാൽ വീണ്ടും ഒരുപാട് ആളുകൾ പടും. അതാണ് അതിന്റെ സത്യം. വളരെ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഒരുതരം നാറ്റം പിടിച്ച അവസ്ഥ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ബന്ധപ്പെട്ടും പോയി പഠിച്ചോനെ എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ മനുഷ്യന്റെ. അതായത് ഇത്രയും ഒരു കേസിനകത്തായി പോയല്ലോ നമ്മളുടെയൊക്കെ ഇപ്പോൾ ഉള്ള ഒരു ജേർണി ആലോചിക്കുമ്പോൾ സത്യം പറയാം, എനിക്ക് ഇതിന്റെ അടുത്ത് തന്നെ ഭയങ്കരമായിട്ട് പുച്ഛം തോന്നുന്നുണ്ട്. ഉള്ളത് പറയാലോ, നമ്മളിപ്പോ മാറ്റി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ബന്ധപ്പെട്ടുപോയി പഠിച്ചോനെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു വ്യക്തിയുടെ ജീവിതം ഇല്ലാതെയാക്കിയിട്ടാണ് വേറൊരു വ്യക്തിക്ക് കൊണ്ടുപോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അതില് കുട്ടികളുണ്ട്. ആ ഒരു ഫിറോസ് ഇപ്പോ അത്ര നല്ലവനാണെന്ന് ഞാൻ പറയണ്ട, പക്ഷെ ആ കുട്ടികൾ, ഇവള് വേറൊരുത്തന്റെ ഒപ്പം പോയിട്ട് അഴിഞ്ഞാടുമ്പോ അതിൽ വിഷമിക്കുന്നത് ആ കുട്ടികളും കൂടിയാണ്. അവർക്ക് പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങാനും അവരുടെ ഭാവി ജീവിതവും എന്താകുമെന്ന് നിങ്ങൾ ആരും കരുതിയിട്ടില്ല. അതാരും നിങ്ങളുടെ മനസ്സിൽ പോലും വന്നിട്ടില്ല. ഈ പറഞ്ഞ താത്ത കിടക്കില്ല, മനസ്സിലായില്ലേ? ഫിറോസിനും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങളിത് പബ്ലിഷ് ചെയ്യില്ലായിരുന്നു. കാരണം അവർക്ക് സ്കൂളായിട്ടും കോളേജായിട്ടും ഒരുപാട് ജോലി സ്ഥലങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ ജീവിതം കഴിഞ്ഞു. നിങ്ങൾ എങ്ങനെയൊക്കെയോ ജീവിച്ച് പണ്ടാറടങ്ങി, നിങ്ങൾ തൊലഞ്ഞു, കുത്തുവാള എടുത്തു. നിങ്ങളുടെ മക്കളെ കൂടി എന്തിനാ പറയിപ്പിക്കുന്നത്? ഇതിലേക്ക് വലിച്ചിടുകയാണ്, മക്കളെ കൂടെ വലിച്ചിടുകയാണ്. കൂടെ നടക്കുന്ന ഫ്രണ്ട്സ് ആയിട്ട് വല്ല ചെറുതായിട്ടൊരു എന്തെങ്കിലും അവര് തമ്മിലുള്ള ഒരു പ്രശ്നത്തിനടക്കം ആദ്യം അവര് എതിര് നിൽക്കുന്ന ആ പയ്യൻ അല്ലെങ്കിൽ ആ പെൺകുട്ടി വലിച്ചിടുന്നത്, നിന്റെ ഉമ്മ അങ്ങനെയല്ലടി, നിന്റെ വാപ്പ ഇങ്ങനെയല്ലടി എന്ന് പറയുമ്പോഴല്ലോ അവർക്ക് വേദനിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അതിന് നിങ്ങൾക്ക് എന്താ പറയാ ഉത്തരം നൽകാൻ കഴിയില്ല. അതിന് പകരമായിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് ഒന്നുമില്ല, സൊല്യൂഷൻ ഇല്ല അതിന്. അത് ഫിറോസിന്റെ മകനാണെങ്കിൽ ശരി, ഫിറോസിന്റെ ആദ്യ ഭാര്യയിലുണ്ടായാലും ശരി, ഇനിയിപ്പോ സജിനന്റെ ആദ്യ ഭർത്താവിലുണ്ടായാലും ശരി, എന്തെന്നെയാണെങ്കിലും ഇല്ലേ ഭയങ്കര ഒരു അവരെ വിഷമിക്കാൻ അവരുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുന്നത്. ഇനി ഓരോ വീഡിയോസ് നിങ്ങൾ ഇടുമ്പോഴും അവരുടെ കാര്യം കൂടി ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ എന്തായാലും നാറി, അവരെ കൂടെ നാറ്റിക്കണ്ട. അവർക്കൊരു ജീവിതമുണ്ട്, നിങ്ങളുടെ ജീവിതം കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തെന്നെ മെഴുകിയാലും എന്തെന്നെ ചെയ്താലും ഇനി അതൊന്നും ഇല്ലെന്ന് പറയാനോ ഇല്ലെന്നാക്കാനോ കഴിയില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്കും നല്ല തെളിവുകളൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ കുട്ടികളെ ആലോചിച്ചിട്ട്, ആ മക്കളെന്ന് പറയുന്നല്ലോ, കുട്ടികളെ മക്കളെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അവരോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ
ഇത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക എല്ലാവരും. നീ ആയിക്കോട്ടെ, നീ അച്ചായനായിക്കോട്ടെ, അച്ചായത്തി ആയിക്കോട്ടെ, നീ പുതിയതായിട്ട് വരാനുള്ള ആൾക്കാരായിക്കോട്ടെ, പൂക്കുറ്റി ആയിക്കോട്ടെ, ആരായാലും. എന്തായാലും നിങ്ങൾ പൂക്കുറ്റിക്ക് മക്കളുണ്ട്. അതെ, കുട്ടിക്ക് മക്കളുണ്ട്, വലിയ വലിയ കുട്ടികളുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇടുന്നതല്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ അവള് ആവട്ടെ, മരിക്കുന്നത് വരെയും, ഞാനിവിടെ ഒന്ന് പറയട്ടെ, മരിക്കുന്നത് വരെയും ഞാൻ ഒട്ടും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം വെരി ഇൻട്രസ്റ്റിംഗ് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ. പക്ഷെ വീഡിയോ എടുത്തുമില്ല. പിന്നെന്ത് ചെയ്യും? നാളെ തന്നെ പുതിയ വീഡിയോ വരും. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ മക്കൾ ആലോചിച്ചിട്ടെങ്കിലും നിങ്ങളത് ചെയ്യാതിരിക്കൂ. മക്കൾക്ക് വേണ്ടി ജീവിക്കൂ. എന്തായാലും സംഭവിക്കേണ്ടൊക്കെ സംഭവിച്ചു. തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ആരാണുള്ളത് എന്ന് പറയില്ല. തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവരും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇത് അങ്ങേയറ്റമായി പോയി. ആർക്കും നമുക്ക് ഇത് ചെറിയൊരു തെറ്റാണ് എന്ന് പറഞ്ഞ് വിട്ട് കളയാൻ പറ്റില്ല. പക്ഷേ പാസ്റ്റ് ഈസ് പാസ്റ്റ്. അപ്പോ എന്തായാലും ഇനിയുള്ള ജീവിതം, ഫ്യൂച്ചർ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രശ്നങ്ങളില്ലാതെ, അതായത് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടാതിരിക്കും. നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിരിക്കോ? 4 പേരോ 40 പേരോ അറിഞ്ഞോട്ടെ, 4 ലക്ഷം പേരും അതിന്റെ അപ്പുറത്തേക്ക് ആൾക്കാര് അറിയിച്ചുകൊണ്ട് അവരെ കൂടി നിങ്ങളെ കാണുമ്പോ ഉള്ള ഒരു ബഹുമാനവും നിങ്ങളുടെ മേലെയുള്ള ഒരു അതിന് പോയി. ഇനി അത് തിരിച്ചെടുക്കാൻ കഴിയില്ല. ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു, ഒരുപാട് ഇഷ്ടം ഉണ്ടായിരുന്നു. ബിഗ് ബോസിലൊക്കെ വരുമ്പോ ഒരുപാട് ഇഷ്ടമായിരുന്നു ഈ സജന പറഞ്ഞ ആ ഒരു വ്യക്തി. സജന നൂറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് നിങ്ങളായിട്ട് തന്നെ കളഞ്ഞു കുടിച്ചു. അതായത് ഫിറോസിന്റെ ഭാര്യയായിട്ട് സഹിച്ചു പിടിച്ചിരിക്കണമെങ്കിൽ കുറച്ചൊന്നും അനുഭവിച്ചാൽ പോരാ എന്ന് വിചാരിച്ച ആൾക്കാരാണ് ഞങ്ങൾ. അതായത് ഫിറോസ് ഒരുപാട് ബുദ്ധിമുട്ടിക്കും. അതായത് ഫിറോസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ബിഗ് ബോസിൽ കാണുമ്പോ അറിയാം. അടക്കി ഭരിക്കുകയാണ് ഈ. പക്ഷെ ബിഗ് ബോസിൽ പോകുന്ന കാലം മുതലേ സജന നമ്മുടെ പൂക്കുറ്റിയായിട്ട് റിലേഷനിലാണെന്ന് പറയുമ്പോഴേ അത് വല്ലാത്തൊരു ഷോക്കിംഗ് ആയിരുന്നു. അപ്പൊ നിങ്ങളുടെ മക്കളെ കുറിച്ച് ആലോചിക്കൂ. നല്ല രീതിക്ക് ഇനിയെങ്കിലും അവരെ ജീവിക്കാൻ വിടും. അപ്പൊ നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആക്കുന്നില്ല, നമ്മള് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇവര് നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇടുന്നല്ലാതെ ഇവര് നിർത്തിയാ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ഇത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.